പക്ഷേ ഇത് വെറും നാടകം കളിയാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മന്ത്രി നാടകം കളിക്കുന്നു, MP നാടകം കളിക്കുന്നു. രണ്ടുപേരും നാടകം കളിക്കുകയാണ് ഇവിടെ. എന്താണെന്നറിയാവോ? ഇപ്പൊ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നല്ലോ. അവിടെ മാനേജർക്കും അവിടെ പ്രിൻസിപ്പാളിനും കർശന നിർദ്ദേശം നൽകി എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ കൃത്യമായി കേട്ടുകൊള്ളുക. ഈ നിമിഷം വരെ ഒരു നിർദ്ദേശവും ആ സ്കൂളിലെ മാനേജറിനോ ആ സ്കൂളിലെ പ്രിൻസിപ്പലിനോ ലഭിച്ചിട്ടില്ല. ഒന്ന് ആധികാരികമാണോ ഫാദർ താങ്കൾ പറയുന്ന? ആധികാരികമായിട്ട് തന്നെ എടുത്തോട്ടെ. ആധികാരികമായിട്ട് ഞാൻ കൊച്ചി രൂപതയിൽ ഒരു അച്ഛനാണ്. ആ കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു കോൺവെന്റ് ആണിത്. ആ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സും എനിക്ക് പരിചയമുള്ളവരാണ്. ഞാൻ ഈ നിമിഷം കൂടി അവരോട് സംസാരിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. 2, ഹൈബി ഈഡൻ, ശ്രീ MP ഹൈബി ഈഡനും നാടകം കളിക്കുകയാണ് ചെയ്തത്. അവിടെ ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടു. അതായത് അദ്ദേഹം ആ കുടുംബത്തോടും, അതായത് ഈ ബാപ്പയോടും ഉമ്മയോടും ഒക്കെ സംസാരിച്ചു. പ്ലസ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ കോൺവെന്റിലെ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചു, അവരുമായി സമവായം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. എങ്കിൽ കേട്ടുകൊള്ളുക, ശ്രീ ഹൈബി ഈഡൻ അവിടെ ഇവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന പ്രിൻസിപ്പളായിട്ടോ മാനേജറുമായിട്ടോ സംസാരിച്ചിട്ടില്ല. കാരണം അവര് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു സംസാരം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ മാതാപിതാക്കൾ ഈ സ്കൂൾ അധികൃതരോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. മാതാപിതാക്കൾ നാളെ ഈ അധികാരികളുടെ മുൻപിൽ നാളെ വരട്ടെ, രാഷ്ട്രീയക്കാരില്ലാതെ വരട്ടെ. ഇതുപോലുള്ള തെമ്മാടിത്ത രാഷ്ട്രീയം കളിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ആ മാതാപിതാക്കളോടാണ് അവർക്ക് സംസാരിക്കാനുള്ളത്. ഇതുപോലെ ഈ വർഗീയത കളിക്കുന്ന CPM-ഉം വർഗീയത കളിക്കുന്ന കോൺഗ്രസും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ പ്രശ്നമുണ്ടാക്കിയത് ആരാണ്? ഒക്ടോബർ 10-ാം തീയതി ഈ പിതാവ് അവിടെ വന്നപ്പോ, ഈ കുട്ടിയുടെ പിതാവ് അവിടെ വന്ന് സംസാരിച്ചപ്പോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതാരാണ്? തൃപ്പൂണിത്തുറയിലെ STPI-യുടെ നേതാവാണ് അവിടെ വന്ന് സംസാരിച്ചത്. അവരോട് സിസ്റ്റേഴ്സിനോട് കൃത്യമായി പറഞ്ഞതാണ്. STPI-യുടെ തൃപ്പൂണിത്തുറയിലെ നേതാവ്. ഇനി അവര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് 6-7 പേര് ഇടിച്ചു കയറി വന്ന് മൊബൈലൊക്കെ ആയിട്ട് ബഹളം ഉണ്ടാക്കി അവിടെ ലൈവ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നല്ലോ. അതാരാണ്? STPI ആണ്. ഇവിടെ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാനായിട്ട് മത തീവ്രവാദികൾ ഇവിടെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം. ആ കുട്ടി ഈ ജൂൺ മാസത്തില് ആണ് അവിടെ വന്ന് ചേർന്നത്. ഈ കുട്ടി 3-ാമത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. 3-ാമത്തെ സ്കൂളിൽ. എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട്? ഇനി 3-ാമത്തെ സ്കൂളിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ കുട്ടി പഠനത്തിൽ വളരെ പുറകിലാണ്. അപ്പോൾ ഈ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു, ഇങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേക വ്രതമാണ്. ആ രീതിയിൽ അവരെ സ്വീകരിച്ചു. ഇനി ഈ കുട്ടി ജൂൺ 2-ാം തീയതി അവിടെ വന്നു. ആദ്യം ഹിജാബ് ധരിച്ചു വന്നു. പക്ഷെ ഓർക്കണം, അതിനു മുൻപേ തന്നെ മാതാപിതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം ഇവർ കൊടുത്തിരുന്നു. കുട്ടിയുടെ സ്കൂൾ ഡയറിയിൽ കൃത്യമായി ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അവർ അംഗീകരിച്ചതാണ്. അങ്ങനെയാണ് കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. മുടി പിന്നിട്ട് 2ആയി പിന്നിട്ടിരിക്കണം എന്നൊക്കെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു വിവാദം കെട്ടടങ്ങി ഉച്ചയോടുകൂടി ആയിരുന്നുവല്ലോ. പക്ഷേ ഫാദർ അത് പറയുകയാണ്, ഹൈബി ഈഡൻ അവിടെ വന്ന് നാടകം കളിക്കുകയായിരുന്നു, ഒരു തരത്തിലുള്ള സമവായവും ഉണ്ടായിട്ടില്ല എന്ന്. പക്ഷേ ആ കുട്ടിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തന്റെ കുട്ടിയെ ഹിജാബ് ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് അയക്കാൻ തയ്യാറാണ് എന്ന്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? നോക്കൂ, ഇവിടെയാണ് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രീയക്കാർ എത്ര ചീഞ്ഞളിഞ്ഞ മനുഷ്യരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയമാണിത്. നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കാൻ, അതായത് STPI-യെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞത് എന്താ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരാന്ന് പറഞ്ഞേ? വേറെ ആരൊക്കെയാണ്? STPI-യെ പൊതിഞ്ഞു പിടിച്ചു ശ്രീ ഹൈബി ഈഡൻ. ഈ STPI കോൺഗ്രസിനെ ഇപ്പോൾ മൂടി. ഇതേ STPI തന്നെയാണ് ഈ മന്ത്രിയെയും ഇപ്പൊ മൂടിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നമ്മുടെ നാടിനെ കുളം തോണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം.